നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുരുകമല എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ മധുര തിരുപ്പുറംകുന്றம் മലയുടെ അടിവാരത്തിലുള്ള മുസ്ലിങ്ങളുടെ ദർഗയിൽ നിത്യാരാധന ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി. റംസാൻ, ബക്രീദ് ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ ആരാധന ആവശ്യമുള്ളൂ എന്നും സുപ്രീം കോടതി വിധിച്ചു. ദർഗ പരിസരത്ത് മൃഗബലി നിരോധിച്ചതും സുപ്രീം കോടതി ശരിവെച്ചു. ജസ്റ്റിസ് അരവിന്ദ് കുമാറും ജസ്റ്റിസ് PB വരാലയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. മുരുകന്റെ പടൈ വീടാണ് മധുരയിലെ തിരുപ്പുറംകുന്றம் മല. അതിന്റെ താഴ്വാരത്തിൽ സിക്കന്ദർ എന്ന ഒരു ഫക്കീറിന്റെ പേര് പറഞ്ഞ് ദർഗ ഉയർത്തി തിരുപ്പുറംകുന്றம் മലയെ മൊത്തമായി സിക്കന്ദർ മലയാക്കി മാറ്റാനായിരുന്നു ശ്രമം. ഈ ദർഗയുടെ പേരിൽ മുസ്ലിങ്ങൾ സംഘടിച്ച് പലപ്പോഴും മൃഗബലി നടത്താൻ തുനിഞ്ഞിരുന്നു. ഇതിനെ മുരുകഭക്തർ എക്കാലവും എതിർക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മുരുകഭക്തരുടെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചാണ് മൃഗബലി നിരോധിച്ചത്. സിക്കന്ദർ എന്നൊരു ഫക്കീർ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് അയാളുടെ പേരിൽ മുരുകമലയുടെ താഴ്വാരത്തിൽ സിക്കന്ദറിന്റെ പേരിൽ ദർഗ ഏതാനും മുസ്ലിങ്ങൾ ആരംഭിച്ചത്. ഇതിന് DMK സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. നേരത്തെ മദ്രാസ് ഹൈക്കോടതിയും മുസ്ലിങ്ങൾ ദിവസേന ദർഗയിൽ പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമില്ലെന്ന് വിധിച്ചിരുന്നു. ദർഗയിലെ മുസ്ലിങ്ങളുടെ മതപരമായ ആചാരങ്ങൾ നിയന്ത്രിച്ച മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ഇമാം ഹുസൈൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിക്കളയുകയും ചെയ്തു. ഇമാം ഹുസൈനു വേണ്ടി പ്രശാന്ത് ഭൂഷണാണ് ഹാജരായത്. ദർഗയിൽ ദിവസേന ആരാധനയ്ക്ക് അനുമതി തേടിയാണ് ഇമാം സുപ്രീം കോടതിയെ സമീപിച്ചത്. റംസാൻ, ബക്രീദ് ദിനങ്ങളിൽ മാത്രമേ മുസ്ലിങ്ങൾ തിരുപ്പുറംകുന്றம் ദർഗയിൽ പ്രാർത്ഥന നടത്താവൂ എന്നും ഹൈക്കോടതി വിധിയും ദർഗ പരിസരത്ത് മൃഗബലി നിരോധിച്ചതും സുപ്രീം കോടതി ശരിവെച്ചു. കഴിഞ്ഞ ഡിസംബറിൽ മദ്രാസ് ഹൈക്കോടതി ദർഗയ്ക്ക് സമീപമുള്ള ദീപസ്തംഭത്തിൽ കാർത്തിക ദീപം കൊളുത്താൻ അനുമതി നൽകിയിരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സ്റ്റാലിൻ സർക്കാർ ഉത്തരവ് നടപ്പാക്കിയില്ല. തുടർന്ന് ഹൈക്കോടതി സ്റ്റാലിൻ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ നടപടിയും സ്വീകരിച്ചിരുന്നു. ഏതായാലും ഹൈന്ദവ ആചാരങ്ങളെ ഇല്ലാതാക്കാനുള്ള DMKയുടെയും സ്റ്റാലിന്റെയും ഒക്കെ ഏതായാലും ആരാധനാലയങ്ങളെയും വിശ്വാസങ്ങളെയും ഇല്ലാതാക്കാനുള്ള സ്റ്റാലിന് കിട്ടിയ തിരിച്ചടിയാണെന്ന് പറയാതിരിക്കാനും കഴിയില്ല.